സ്നേഹിക്കുന്നവരാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ ജനിച്ചവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹം വിശ്വാസത്തിലാണ് നിലനിർത്തുന്നതെങ്കിൽ ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ നീതിമാനാണ്. ആ നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം ഒട്ടും അനുവദിക്കത്തില്ല. നിന്റെ ഭാരം എന്നെ ഏൽപ്പിച്ചോളുക, ഞാൻ ഇതുമായി നിന്റെ കൂടെയുണ്ട്. ഭാരം, ഈ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ഇല്ലാതാക്കില്ല. അത് നിനക്ക് ദോഷകരമായ ഭാരം വിട്ടുകളാം. നിനക്ക് ആവശ്യമായ ഭാരമാണെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്തോളാം. രണ്ടായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഈ വിശ്വാസത്താൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വിഷയങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഇത് നമുക്ക് എബ്രായത്തിൽ ഞാൻ ഇന്നലെ ധ്യാനിച്ച ആ വേദഭാഗത്തേക്ക് അവിടെ പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ഭാരം. ആകയാൽ നാമും സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹവും ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട്. ഇവിടെ വിട്ട് എന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്ന കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും ഒരു രീതിയിൽ വിടൽ തന്നെയാണ്. ചിലത് പൂർണ്ണമായി വേണ്ടെന്ന് വയ്ക്കുന്ന ഭാരങ്ങൾ ആവശ്യം. കർത്താവ് പറഞ്ഞു, എന്തുണ്ണും എന്തുടുക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നീ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. ഈ വകയൊക്കെ ആരന്വേഷിക്കുന്ന ഈ എന്തുണ്ണും എന്തുടുക്കും എന്നുള്ളതൊക്കെ വിചാരപ്പെടുന്നത് ജാതികൾ. നിങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു. നാളെപ്പറ്റി നീ വിചാരപ്പെടണ്ട, നാളത്തെ ദിവസം നിനക്ക് വേണ്ടി. അപ്പൊ അത്തരം വിചാരപ്പെടലുകൾ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടുകളയണം. വിചാരപ്പെടരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ വിചാരപ്പെട്ടോണ്ടാണ് നടക്കുന്നതെങ്കിൽ കർത്താവിനോടുള്ള അനുസരണക്കേട് അല്ലേ. കർത്താവ് എന്താ പറഞ്ഞേ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് അവനോടുള്ള സ്നേഹം. കർത്താവിന്റെ കൽപ്പനകൾ ഭാരമുള്ളത്. നാളെ പറ്റി വിചാരപ്പെടരുത്, അരുത് അരുത് അതൊരു കൽപ്പന. മദ്യപിക്കരുത് കൽപ്പന. വ്യഭിചാരം ചെയ്യരുത് കൽപ്പന. കള്ളവും പറയരുത് കൽപ്പന. കുലപാതകം ചെയ്യരുത് കൽപ്പന. അരുത് എന്ന് പറയുന്നതൊക്കെ എന്താണ്, കൽപ്പന. അരുത് എന്ന് പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ആരായി മാറി, കൽപ്പന ലംഘിയായി മാറി. ഇല്ലേ? ഇവിടെ പാപിയോ കർത്താവിന്റെ കൽപ്പനയെ ലംഘിക്കുക. കർത്താവിന്റെ കൽപ്പനയെ ലംഘിക്കുക എന്ന് പറയുന്നവൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും, കർത്താവിന്റെ കൽപ്പനകൾ കാത്തു. അപ്പൊ നാളെപ്പറ്റി വിചാരപ്പെടരുതെന്ന് പറയുന്ന കൽപ്പനയും മദ്യപിക്കരുതെന്ന് പറയുന്ന കൽപ്പനയെ പോലെ തന്നെ എന്ത് ചെയ്യണം, കാത്തുകൊള്ളേണ്ടതാണ്. അല്ലേ? മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, കൊലപാതകം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് പോലെ തന്നെ തയ്യാറാകേണ്ട ഒരു കാര്യമാണ് നാളെ പറ്റി വിചാരപ്പെടരുതെന്ന് പറയുന്നത്. നാളെ പറ്റി വിചാരപ്പെടരുതെന്ന് പറയുന്ന കൽപ്പനകൾ നമുക്കൊട്ട് അനുസരിക്കാൻ വലിയ നിർബന്ധം തോന്നാറില്ല. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കാൻ നിർബന്ധം പിടിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് കോപിച്ചാലോ കർത്താവിന്റെ കൽപ്പനയല്ലേ. മോഷ്ടിക്കരുതെന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയല്ലേ. അപ്പൊ നമ്മൾ മോഷ്ടിക്കാൻ പാടുണ്ടോ? ഒരു ബാങ്കിൽ ചെന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അവിടെ നല്ല വില കൂടിയ മൊബൈൽ ഫോൺ സൈഡിൽ ഇരിക്കുന്നത്. അതിന് അവകാശമൊന്നുമില്ല, വെച്ചാലും മറന്നുപോയതാണ്. വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, എടുത്ത് നമ്മുടെ ബാഗിൽ അതിട്ടോടിക്കും പോരാ. നമ്മുടെ അമൃത്സർ മുതൽ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ പോവാ. ഓട്ടോ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോഴാണ് സീറ്റിൽ ഒരു മൊബൈൽ ഫോൺ കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സ് കിടക്കുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതെടുക്കാം. പക്ഷെ അന്നേരം ഒരു കുറ്റബോധം തോന്നും, വേണോ, അത് തെറ്റാ, അത് തെറ്റാ, ഞാൻ കർത്താവിന്റെ മകൾ, അത് തെറ്റാ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥനെ നിശ്ചയിപ്പിക്കണം എന്ന് പറയുന്നൊരു നിർബന്ധം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് തെറ്റാ, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന കാര്യം അത് ശരിയല്ല, അത് ദൈവവചന പ്രകാരം തെറ്റാണ്, ചെയ്യരുത്, അങ്ങനെ തോന്നി ചെയ്യാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ഓക്കെയാണ്. അപ്പൊ നമ്മൾ വരുന്നതിന്റെ ഇങ്ങനെ വരുന്ന വഴിക്കാണ് അപ്പുറത്തെ പറമ്പിലോട്ട് തേങ്ങ വീഴുന്ന സമയം. അന്നേരം ഈ തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടോ? അപ്പൊ ഓടിച്ച് നമ്മളെ വല്ല തേങ്ങ വീഴുന്നത് അയാൾ ഉടമസ്ഥ നോക്കുന്നുണ്ടോ നോക്കിട്ടാ നമ്മുടെ സ്വഭാവം. ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഭയങ്കര പരീക്ഷയിലാണ്, നല്ല കുഞ്ഞാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ അത് എല്ലാവരും ചെയ്യുന്നതിന് നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് വേണം. ഇനി അഥവാ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥന്റെ അനുവാദത്തോടെ ആകട്ടെ. ഉടമസ്ഥൻ കാണാതെ എടുക്കുക എന്ന് പറയുന്നതിന് എന്താണ് പറയുന്നത്? മോഷണം. അതിപ്പോ മൊബൈൽ ഫോൺ എടുത്താലും ശരി, ബാങ്ക് കൊള്ളയടിച്ചാലും ശരി, വഴിയെ പോകുന്നതിന്റെ പറമ്പിൽ അപ്പുറത്തെ പറമ്പില്